ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ത്രിയേക ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. 167 എപ്പിസോഡുകൾ നീണ്ട യൂദ ലേഖന പഠനത്തിന് ശേഷം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ശമൂവേലിൻ്റെ 1-ാം പുസ്തക പഠനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ദൈവവചനത്തിലെ 9-ാമത്തെ പുസ്തകമാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല വിഷയങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ പറയട്ടെ, ന്യായാധിപന്മാരുടെ കാലത്തിൽ നിന്നും രാജഭരണത്തിലേക്ക് ചുവടുമാറുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ് നമുക്കിതിൽ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ അവസാന ന്യായാധിപനായ ശമൂവേലിൽ നിന്നും ആദ്യ രാജാവായ ശൗലിലേക്കുള്ള ചുവടുമാറ്റം നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് ഇത്തരത്തിലൊരു വിഷയമായിരുന്നില്ല. രാജഭരണത്തിലേക്ക് മറ്റ് ജാതികളെപ്പോലെ കടന്നു ചെല്ലണമെന്നുള്ള ആഗ്രഹം ഇസ്രായേലിനുണ്ടായി. തങ്ങളുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ, രാജാക്കന്മാരെ നോക്കിയപ്പോൾ അവരെ തന്നെ ഭരിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ പാതയിൽ നിന്ന്, ദൈവിക ഭരണത്തിൽ നിന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളെപ്പോലെ ആയിത്തീരുവാനുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പരിണിത ഫലമാണ് ശൗൽ രാജാവിലേക്കുള്ള നടന്നു കയറ്റമായി നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ദൈവത്താൽ ഭരിക്കപ്പെടുവാൻ അവർ ആഗ്രഹിക്കണമായിരുന്നു. ദൈവം അവരെ നടത്തിയിരുന്ന വഴികൾ, ദൈവം തന്നെ അവരുടെ രാജാവായി അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങൾ, അതായിരുന്നു അവർ തുടർന്നും ആഗ്രഹിക്കേണ്ടത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകൾ ചുറ്റുപാടുമുള്ള രാജാക്കന്മാരിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ജാതികളിലേക്ക് നീങ്ങിയപ്പോൾ അവർ ദൈവത്താൽ ഭരിക്കപ്പെടുന്നതിന് പകരം മറ്റുള്ളവരെ പോലെ ആയിത്തീരുവാനുള്ള വെമ്പൽ അവരുടെ ഹൃദയത്തിൽ വന്ന ചരിത്രം നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ഭരിക്കുന്നതും ദൈവം നമ്മെ നടത്തുന്നതുമാണ് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെ പലപ്പോഴും മനസ്സിൽ ഇത്തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ, ലോകത്തിൻ്റെ ആകർഷണീയമായ വിഷയങ്ങൾ, ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭാതലങ്ങളിലേക്ക് കടന്നു കയറുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമുക്ക് ഏകനാവിനാൽ പറയുവാൻ കഴിയണം, ഞങ്ങൾക്ക് വേണ്ടത് ലോക സംവിധാനങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടത് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളല്ല. ഇസ്രായേൽ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി ലോകത്തിൻ്റെ സംവിധാനത്തിലേക്ക് പോകുമ്പോഴുള്ള അനന്തരമായ പല ദുരിതങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. മറിച്ച് എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ഞങ്ങളെ നടത്തുന്ന വഴികളാണ് ഞങ്ങൾക്കെപ്പോഴും വേണ്ടതെന്ന് നമുക്ക് പറയുവാൻ കഴിയണമെന്ന ആദ്യ പാഠം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഉയർത്തിക്കാണിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. തന്നെയുമല്ല, 1-ാമത്തെ രാജാവായ ശൗലിനെ തള്ളി അവൻ്റെ പകരം ഇശായി പുത്രനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന ചരിത്രവും കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് വന്ന അവിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കുവാൻ നാം മാത്രമല്ല ഉള്ളത്. നാം പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു തരത്തിലും കോട്ടം സംഭവിക്കുകയില്ല എന്നുള്ള വസ്തുത
തീർച്ചയായിട്ടും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇതാ നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ടാമത്തെ വിഷയം അതാണല്ലോ. ശൗൽ രാജാവിനെ തള്ളി ആ സ്ഥാനത്തേക്ക് ഇശായിയുടെ പുത്രനായ ദാവീദിനെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുന്ന കാര്യം കാണുവാൻ കഴിയുന്നു. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ശൗലിൻ്റെയും പുത്രന്മാരുടെയും ദാരുണ അന്ത്യം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവഹിതത്തിനെതിരായി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അന്ത്യമെന്ന് പറയുന്നത് ദുഃഖകരമാണ് എന്നുള്ളത് മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ്. 31 അധ്യായങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരവധി ആത്മീക പാഠങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. യഹൂദ തൽമൂദുകളുടെ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ ശമൂവേൽ പ്രവാചകനും 25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളും ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകവും നാഥാൻ പ്രവാചകനും ദർശകനായ ഗാദും ചേർന്ന് എഴുതിയെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ശമൂവേലിൻ്റെ മരണശേഷം 25 മുതൽ 31 വരെയും രണ്ടാം പുസ്തകവും ശമൂവേലിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും ആകാം, അതുമല്ലെങ്കിൽ അബ്യാഥാർ പുരോഹിതനോ ആയിരിക്കാമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കി പറയട്ടെ, മനുഷ്യരുടെ കരങ്ങളാൽ ദൈവം ഇത് എഴുതിപ്പിച്ചുവെന്ന് മാത്രം. ആര് എഴുതി എന്നുള്ളതിലല്ല, അതിനപ്പുറത്ത് ഈ എഴുത്തുകാരുടെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ഗ്രന്ഥകാരൻ എന്നുള്ളത് നാം മറക്കുവാൻ പാടില്ലാത്ത വിഷയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ ശമൂവേലിൻ്റെ 1 പുസ്തകത്തിലെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ, ദൈവജനമായ ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ വിവിധമായ ഏടുകൾ നമുക്ക് നൽകുന്ന അനേക ആത്മീക പാഠങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 1-ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കുവാൻ കഴിയേണ്ടുന്ന വിഷയം, ദൈവത്താൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിച്ച ഇസ്രായേൽ അവർ പിന്നീട് മാറ്റം വന്നവരായി ലോകജാതികളെപ്പോലെ രാജാക്കന്മാർ വേണമെന്ന് പറയുന്ന ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോയി. എത്ര ശക്തമായിട്ടാണ് ദൈവം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങൾ ഇതൊക്കെയാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടും അവർ ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൽ എന്തുമാത്രം ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായി. നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകം തുടങ്ങുന്ന ഈ സമയത്ത് തന്നെ ഒരു വലിയ തീരുമാനമെടുക്കാം. കർത്താവേ, അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരരുതേ. അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ യോഗ്യ തലത്തിലും അങ്ങയാൽ തന്നെ ഭരിക്കപ്പെടുവാനും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ കണ്ണുകളടയ്ക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥനയോടെ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹത്തിനും ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ഇത് മുഖാന്തരമാക്കി തീർക്കണമേ. ഇവാഞ്ചൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങൾക്കായും നന്ദി പറയുന്നു. തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.